ഹലോ, എന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു? ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളോടിപ്പോൾ ടാരോയ്ക്ക് പറയാനുള്ളതെന്ന് നോക്കിയാലോ? എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് നോക്കാം. ബി പോസിറ്റീവ്. കാർഡുകൾ ഷഫിൾ ചെയ്യണേ. ബി പോസിറ്റീവ്. എന്താണ് ഇപ്പോൾ വ്യൂവേഴ്സിനോട് പറയാനുള്ളതെന്ന് നോക്കാം. എന്താണ് പറയാനുള്ളത്? എന്താണ് ടാരോ ഇപ്പോൾ നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. ഈ പോസിറ്റീവ്. ഓക്കെ, കാർഡുകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഇതാരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആണ്. പിന്നെ റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇത് വിട്ടുകളയുക. ഓക്കെ, പേഴ്സണലായിട്ട് ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നന്ദി. സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്കും നന്ദി. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ 2 ഓഫ് വാണ്ട്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് കപ്സ്, 7 ഓഫ് വാണ്ട്സ്, 10 ഓഫ് വാണ്ട്സ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓഫ് വാണ്ട്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, 2 ഓഫ് വാണ്ട്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കരിയറിൽ പുതിയൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, പ്ലാൻ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഫിനാൻഷ്യലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സമയമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഒരു പ്ലാനിങ്ങോടുകൂടി തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രാവലൊക്കെ ഉണ്ട്. ഒരു പുറത്തേക്ക് പോകാൻ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനേക്കുള്ള പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കുന്നു എന്നും കാണുന്നുണ്ട്. ഒരു വിദേശ യാത്രയുണ്ട്, അപ്പോൾ അതിനുള്ള പ്ലാനിങ് നിങ്ങൾ തയ്യാറാക്കുന്നു. അതിലേക്കുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ വീട് വിട്ട് വിദേശത്തേക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് എന്നതിനേക്കാൾ ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനം വിട്ട്, കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നതായിരിക്കാം. അങ്ങനെയുള്ളൊരു ട്രാവൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ അതുമാവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ മാറി പോകുന്നു, ഒരു യാത്ര, ഇതൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു. നിങ്ങളുടെ പാഷൻ കണ്ടെത്തി നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്നാണ് 2 ഓഫ് വാണ്ട്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഇൻഷുറൻസൊക്കെ ഇന്ന് ഇൻഷുറൻസിന് ഒക്കെ ചേരുന്നു. അതുപോലെ തന്നെ കുറി, ഇങ്ങനെയുള്ള പുതിയ പുതിയ സമ്പാദ്യശീലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ മാരേജൊക്കെ നോക്കുന്നവരാണെങ്കിൽ ദൂരെ നിന്നായിരിക്കും, നിങ്ങൾക്ക് കുറച്ചധികം ദൂരത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് മാരേജൊക്കെ ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു എന്നത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെന്താ ഒരു കാര്യം ചെയ്തു, അതിൽ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ ലഭിക്കുന്നു, അതിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ കാണുന്നു. അതായത് മുന്നോട്ടേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനും എല്ലാത്തിലും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടാണ്, ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളിലേക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ കാണുന്നു, ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇവിടെ കാണുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു തുടക്കമാണ്. ട്രാവലുണ്ട്, വിദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ വിദേശത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതോ
ആയിരിക്കാം, എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ ഉള്ള പ്ലാനിങ് ആയിരിക്കാം, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കാം. നിങ്ങളത് കണ്ടെത്തി, നിങ്ങളുടെ പാഷൻ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, 2 ഓഫ് വാണ്ട്സ്. അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് അതായത് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ഒരു അതായത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അബണ്ടൻസ് തരുന്ന, അല്ലെങ്കിൽ വെൽത്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നു. നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആവുന്നതോടുകൂടി നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെയും നിങ്ങൾ സഹായിച്ച് അവരെ കൂടി മുന്നോട്ടേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു ഡിസിപ്ലിൻ മൂലം മറ്റുള്ളവർക്കും എന്താണ് നല്ലൊരു രീതിയിൽ അവരെയും നയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. അവരെയും മുന്നോട്ടേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരെ ഉപദേശിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് നയിക്കാനും ഉള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നർച്ചർ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ കൂടി നർച്ചർ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഓക്കെ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് മണി മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ള പണത്തിന് നിങ്ങൾ നന്ദി പറയുക. ഓക്കെ, പണം എന്നത് ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു എനർജിയാണ്. അത് നിങ്ങളിലേക്ക് ഒരു സ്റ്റെബിലിറ്റിയാണ് കൊണ്ടുതരുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് പറയുന്നത്. അപ്പോൾ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ കൂടെയുള്ള വ്യക്തികളുടെ ആഗ്രഹങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും അബണ്ടൻസ് ആണ്. അല്ലാതെ കോടികൾ എന്നും അല്ല. നമ്മൾക്ക് നമ്മളുടെ കൂടെയുള്ള വ്യക്തികളുടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ കൂട്ടി പുറത്തു പോയി ആ ഒരു വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് വാങ്ങിക്കൊടുക്കാനും നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം പണം നമ്മൾക്ക് ഉപയോഗിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ, അതിനുള്ള പണം നമ്മളിലേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾക്കുള്ള ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അബണ്ടൻസ് ആണ്. അത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങളിലേക്ക് പല സ്രോതസ്സുകളിൽ നിന്നും അബണ്ടൻസ് സമ്പാദ്യങ്ങൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. മറ്റു സ്രോതസ്സുകൾ പോസിറ്റീവായിട്ടുള്ള പല സ്രോതസ്സുകളിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ധനത്തിൻ്റെയും ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഇതുവരെ വന്നിട്ടുള്ള പണത്തിന് നിങ്ങൾ നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടും നിൽക്കുക. ഗ്രൗണ്ടഡ് ആവാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടുള്ള ധനത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാവാനും പറയുന്നു. ഓക്കെ, അടുത്തത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ലോസ് ഉള്ള വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു മൈൻഡ് സെറ്റ് പോകുന്നു. കാരണം ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെൻ്റലിയും വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ടും ഫിസിക്കലിയും അത് നിങ്ങളെ ബാധിക്കുന്നതായിട്ടും കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദാരിദ്ര്യം, അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. വളരെയധികം നഷ്ടത്തിലാണ് നിങ്ങൾ. അതായത് നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടിട്ട് മറ്റൊരു ആ ഒരു ഫിനാൻഷ്യൽ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൂല്യമുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ വിറ്റിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മൂല്യമുള്ള പല കാര്യങ്ങളും അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇത് മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾ ട്രേഡിങ്, ഓൺലൈനായിട്ടുള്ള ഗെയിംസ്, ഇതിലൂടെയൊക്കെയാണ് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം, അല്ലെങ്കിൽ നിങ്ങൾ പണത്തെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാത്തത് മൂലം നിങ്ങളിലേക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളാണ്.
അതുകൊണ്ട് ഇവിടെയും പറഞ്ഞതാണ്, പണം എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ളൊരു എനർജിയാണ്. പണം നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്താൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്, വലിയ പാടാണ്. അതായത് പണം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ശ്രമിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിലേക്ക് എത്തിയ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താവശ്യത്തിനും നമ്മൾക്ക് പണം വേണം അല്ലേ? എന്ത് ചെയ്യാനും നമ്മൾക്ക് പണം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും പണം നിങ്ങൾ ചിലവാക്കുമ്പോഴായാലും നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുമ്പോഴായാലും അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് വരും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഫിനാൻഷ്യൽ ലോസ് വരുന്ന സമയത്ത് നമ്മൾക്ക് മാനസികമായിട്ടും നല്ല തിരിച്ചടികൾ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മാനസികമായിട്ട് സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് അത് എന്താക്കും, വേദനകൾ തന്നിട്ടാണ് ആ ഒരു സ്ട്രെസ്സ് നമ്മളെ വിട്ടു പോവുക, കടന്നു പോവുക. അത് കൈവേദന, കാലുവേദന ഒക്കെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഷോൾഡർ പെയിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഫോക്കസ് കുറവായിരിക്കും, മെൻ്റലി നിങ്ങൾ ഡൗൺ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബസ് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അതിന് ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ള അതായത് നിങ്ങൾ പ്ലാനിങ്ങിൻ്റെ കുറവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ലായ്മ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കൽ, ഇതൊക്കെ പൈസ ചിലവഴിക്കുക, ഇതൊക്കെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യുക. പിന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം, നമ്മൾക്ക് ഫിനാൻസ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് സമ്പാദ്യത്തിലേക്ക് 1 രൂപയെങ്കിലും മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ഒരു രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കുമ്പോഴാണ് നമ്മൾക്ക് പണം നമ്മളിലേക്ക് വന്ന പണത്തിന് നമ്മൾ മൂല്യം കൊടുക്കുന്നത്. എല്ലാം ചിലവിലേക്ക് തന്നെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്ക് അയ്യോ ഞാനന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുമായിരുന്നു എന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സമ്പാദ്യത്തിലേക്ക് തീർച്ചയായിട്ടും പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ചിട്ടയായി എഴുതി തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കേണ്ടതാണ്. അതിൽ ഒരു ഭാഗം നിങ്ങളിലേക്ക് വന്ന പണത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും സമ്പാദ്യത്തിലേക്ക് മാറ്റി വെക്കേണ്ടതും, അതുപോലെ തന്നെ ചെറിയൊരു പങ്ക് നിങ്ങളിലേക്ക് വന്ന പണത്തിൻ്റെ ചെറിയൊരു പങ്ക് ചാരിറ്റിക്കായിട്ട് നൽകേണ്ടതുമാണ്. ഓക്കെ, ഇതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എന്ന് എവിടെ പോകുമ്പോഴായാലും നടക്കുമ്പോഴായാലും ശ്രദ്ധിക്കുക. അടുത്തത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിന്ന് ഇമോഷണലി വളരെയധികം സ്റ്റേബിളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കെയറിങ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ അതായത് ഒരു അമ്മയെപ്പോലെ നിങ്ങൾ മറ്റുള്ളവരെയും ഒരു വാത്സല്യമാണ് നിങ്ങളുടെ ഇന്ന് കാണുന്നത്. അതായത് മറ്റുള്ളവരെ പരിപാലിക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇമോഷണലി നിങ്ങൾ വളരെയധികം സ്റ്റേബിളാണ്. വളരെയധികം കമ്പാഷനോടുകൂടി നിങ്ങൾ മറ്റുള്ളവരെ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കംഫേർട്ടാണ്, കാമാണ്. നിങ്ങളിലേക്ക് ഹീലിങ്ങും വരുന്നു. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിളാണ്. വളരെയധികം ഇൻറ്റ്യൂട്ടീവായിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിലെ വിളി അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു. പിന്നെ ഇവിടെ പറയാനുള്ളത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എന്താണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാൻ ചാൻസ് ഉണ്ട്, മറ്റുള്ളവർ അത് ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വരുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴായാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളാണ് എങ്കിലും മറ്റുള്ളവരാൽ നിങ്ങൾ വേദനിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഉണരുന്നുണ്ടാവാം. അതിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, അത് ചെയ്യുക.
എന്ന് അങ്ങനെ ഒരു ഇതും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു ക്രിയേറ്റീവ് ഐഡിയാസിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു അമ്മയുടെ സ്നേഹത്തോടെ, ഒരു വാത്സല്യത്തോടു കൂടി എല്ലാവരെയും കെയർ ചെയ്യുന്നതും ആയിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നതായിട്ടും കാണുന്നുണ്ട്. പെട്ടെന്ന് സങ്കടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തത് 7 ഓഫ് വാൺസ് ആണ്. അതായത് അവിടെ ഈ 7 ഓഫ് വാൺസ് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ചാലഞ്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അതായത് സുഹൃത്ത് ബന്ധങ്ങൾ ഇതിലായാലും നിങ്ങളിലേക്ക് ചാലഞ്ചാണ് വരുന്നത്. അതായത് ഒരു കോമ്പറ്റീഷൻ. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് നേടിയ വ്യക്തികളാണ്. ഓക്കെ, നിങ്ങളൊരു പാഷനെ കണ്ടെത്തി, തിരഞ്ഞെടുത്തു, അതിൻ്റെ വഴിയിലൂടെ പോയി, അതെന്താണെന്ന് മനസ്സിലാക്കി പ്ലാൻ ചെയ്തു, നിങ്ങൾ മുന്നോട്ടേക്ക് പോയി. ആദ്യം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ചു, എന്നിട്ട് വേണം എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയി. അതിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ് ചെയ്തു. ആ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഭയമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതായത് എൻ്റെ ചുറ്റുമുള്ളവർ, അതായത് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നിങ്ങളൊരു അച്ചീവ്മെൻറ്റ് നടത്തിക്കൊണ്ട് തന്നെ നിങ്ങളോട് അസൂയുള്ള വ്യക്തികളുണ്ടാവും. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികൾ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാനും, ഗോസിപ്പ് പറയുന്നതായിട്ടും, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ്സ് പറയുന്നതായിട്ടും, പലരും ചുറ്റും നിന്നിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതായിട്ടും, നിങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ടും, ആ ഒരു രീതിയിലുള്ള ഒരു വെല്ലുവിളികൾ വരാനും സാധ്യതയുണ്ട്. ഒരു കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു കൺട്രോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങളതിനെ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാൻ, അതായത് നിങ്ങളുടെ വിജയം ഇനി ഞാൻ തോൽക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോരടിക്കുന്നതായിട്ടും നിങ്ങളുടെ ചുറ്റിലും വെല്ലുവിളികൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവർ പല ഗോസിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ബോധേഡാവാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. തിരിച്ചടികൾ ഉണ്ടാവാം. മറ്റുള്ളവർ നിങ്ങളെ തരം താഴ്ത്താനും ഏതെങ്കിലും ഒരു ചെറിയൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ നിലപാട് എന്താണോ അതിൽ ഉറച്ചു നിൽക്കാനും പറയുന്നു. ഓക്കെ, അസൂയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. അത് പിന്നെ സ്വാഭാവികമല്ലേ, കാരണം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. നമ്മളൊരു കാര്യം ജയിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വരും, സ്വാഭാവികമാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് പ്രധാനം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് നേടിയേ അടങ്ങും എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം. അടുത്തത് 10 ഓഫ് വാൺസ് ആണ്. ഇവിടെ ഒരു സൈക്കിളിൻ്റെ എൻഡായിട്ടാണ്, അതായത് 10. ഇവിടെ ഞാൻ പറഞ്ഞു ഒരുപാട്, അതായത് നിങ്ങളൊരു ലക്ഷ്യം കണ്ടു, അതിലേക്ക് വന്നു, അത് തിരഞ്ഞെടുത്തു, വേണോ വേണ്ടോ എന്ന് നോക്കി, എന്നിട്ട് തിരഞ്ഞെടുത്തു, മുന്നോട്ടേക്ക് വന്നു, ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് എടുത്തു, ചുറ്റുമുള്ള വെല്ലുവിളികൾ നിങ്ങൾ ഏറ്റെടുത്തു, നിങ്ങൾ മുന്നോട്ടേക്ക് പോയി. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഈ 10 ഓഫ് വാൺസ് പറയുന്നത് നിങ്ങൾ ഒരു സൈക്കിളിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ഇപ്പം പക്ഷേ നിങ്ങൾക്ക് വളരെയധികം ജോലിഭാരമൊക്കെ തോന്നുന്നുണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഓവർ ബേർഡൻഡ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്ന ഇതാണ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊന്ന് വിശ്രമിക്കാനും നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കതിനുള്ള കഴിവൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും ഓവറായിട്ട് നിങ്ങൾ ചെയ്യുന്നു. ഒരു വിശ്രമത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരുപാട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം കൂടി നിങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരോടും കൂടി സഹായം ചോദിക്കുക. എല്ലാം ഒറ്റയ്ക്ക് തന്നെ എടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കാര്യം ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ സഹായം കൂടി ചോദിക്കുക. ഓക്കെ, റിസൾട്ട് നിങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട്
കർമ്മ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ന് ആരെയും കുറ്റം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒറ്റ സ്കിപ്പാവൽ. അതുകൊണ്ട് അവിടെ നിന്നൊന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അവർ പറയുന്നവർ പറഞ്ഞോട്ടെ, മറ്റുള്ളവർ പറയുമോ എന്തെങ്കിലും ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളതിൽ ഇടപെടാനോ ആക്കാനോ ഒന്നും പോണ്ട, മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയാനോ ഒന്നും പോണ്ട. ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. വെറുതെ അനാവശ്യമായിട്ട് കർമ്മയൊന്നും ഏറ്റെടുക്കേണ്ട. കാരണം നിങ്ങൾ അതിൻ്റെ ഒരു സൈക്കിളിൻ്റെ എൻഡിലാണ്, നിങ്ങൾക്ക് പുതിയത് വരാനുണ്ട്. അതുകൊണ്ട് വെറുതെ വീണ്ടും ഒരു കർമ്മ പിടിച്ച് ഏറ്റെടുക്കേണ്ട. പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക. എന്നിട്ട് ഫോർഗെറ്റ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾ അവരോടൊക്കെ ക്ഷമിക്കുക. ഓക്കെ, അടുത്തത് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് ലവേഴ്സാണ്. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡ് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുത്തരുന്നത്. ഓക്കെ, എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുത്തരുന്നത്. ഒരു ഐക്യം, റിലേഷൻഷിപ്പ്, ലവേഴ്സ് കാർഡാണ് കാണുന്നില്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് യൂണിയൻ വരുന്നു. നല്ല പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നല്ല പാർട്ട്നേഴ്സിനെ ലഭിക്കുന്നു. ഇതിവിടെ മറച്ചു വെക്കുന്നതാണ്. പിന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളിലേക്ക് വരും, പക്ഷേ അതിന് ആഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 2 പേര് ഒന്നിച്ചത് നിങ്ങൾക്ക് നല്ല പാർട്ട്ണറെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല കൊളീഗ്സിനെ ഒരുമിച്ച് കൂടെ വർക്ക് ചെയ്യാൻ നല്ല പാർട്ട്ണറെ ആയിരിക്കാം. നല്ല രീതിയിൽ നിങ്ങളുടെ വേവ് ലെങ്ത്തിനനുസരിച്ചിട്ട് ഒരു വ്യക്തി വരുന്നു. ഇപ്പം കല്യാണം നോക്കുന്നവർക്കാണെങ്കിൽ നല്ല പാർട്ട്ണർ, നല്ല സഹപ്രവർത്തകരൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അതായത് നിങ്ങളിലേക്ക് പുതിയൊരു ഒരു പ്രണയം വരുന്നു, സ്നേഹം വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതുപോലെ തന്നെ ഫോർഗീവ് ചെയ്യാനുള്ളവരോടൊക്കെ ഫോർഗീവ് ചെയ്യുക. നിങ്ങൾ വളരെയധികം റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. തിരിച്ചടികളൊക്കെ ഉണ്ടാവാം, അതൊന്നും കാര്യമാക്കണ്ട. കാരണം നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള വ്യക്തികളാണ്. പിന്നെ വിവാഹമൊക്കെ നോക്കുന്നവർക്ക് നല്ല പാർട്ട്നേഴ്സിനെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സഹപ്രവർത്തകരോടുകൂടി ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനും നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ ആഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഏഞ്ചൽസിന് എന്താണെന്ന് പറയാം. ഏഞ്ചൽസ് പ്ലീസ് എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളത്? ഓക്കെ, റിമൈൻ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് റിമൈൻ ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഒരു കാര്യം കൂടെ നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടേക്ക് ആക്ഷൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും കാര്യം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ആക്ഷൻ എടുക്കാനും പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ആക്ഷൻ എടുക്കാനും നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക, എന്നിട്ട് ആക്ഷൻ എടുക്കാനും പറയുന്നുണ്ട്. അതിനാദ്യം പോസിറ്റീവായിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോയുമായി കാണാം. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.